അല്ലല്ല, എന്റെ ഇതിനകത്ത് ബാക്ക് ബട്ടൺ ഞെക്കി പോയതാ. അമല നീ ഒരു ആവറേജ് MRC ഫാൻ ബ്രെയിൻ. സിറ്റിയിലത്തെ ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TVS സിറ്റുവേഷൻ 1000 rupees സെറ്റ് അല്ലേ? അതെന്താ ബ്രോ? എന്ത് ചിരിച്ചോണ്ടാടാ കണ്ടാറുള്ളി നീ ഇങ്ങനെ പറയുന്നേ? എന്ത് ചിരി, അവന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചിരി ഉണ്ടോ? വേറെ വെളിയിലിരുന്ന് ഇങ്ങനെ പറയുവാ. ആഹാ എടാ അമലെ, അവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അവന്മാരെ എവറി വീക്ക് ഹോസ്റ്റേജ് ആക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും സെറ്റ് ചെയ്തതാ. അയ്യോ, ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TVS സിറ്റുവേഷൻ 1000 rupees സെറ്റ് അല്ലേ? അതെന്താ ബ്രോ? അപ്പൊ MRCക്കകത്തുള്ളവന്മാരൊക്കെ കഴിവില്ലാത്തവന്മാരാണ് ബ്രോ, അങ്ങനെ പറയണ്ടായിരുന്നു ബ്രോ. PP പ്ലേസല്ലേ ബ്രോ അതിലുള്ള എല്ലാം, ഇങ്ങനെ പറയണ്ടായിരുന്നു. മാസം 10,000 ബൂട്ട് ക്യാമ്പ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന PVP പ്ലേസല്ലേ ബ്രോ അവരൊക്കെ. അത് മോശമായി ബ്രോ, അതൊക്കെ മോശമായി. കളിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോ നമ്മള് ഗെയിമിന്റെ റൂൾ വെച്ചിട്ട് ഗെയിം അഡ്മിൻസിന്റെ റൂൾസ് ഒക്കെ POV എല്ലാം വെച്ചിട്ട് നമ്മളും കളിക്കുന്നു. അവരെന്താ പറയണത്, ഈ സേഫ് സോണിന്റെ അടുത്തായാലും അടിക്കാം, RPG മിഡിലായാലും അടിക്കാം. ഓക്കെ, നമ്മളൊരു ഗ്യാങ്ങിനെ ഇറക്കിയിട്ട് നമ്മൾ അതന്നെ ചെയ്യണം. അപ്പോ റൂൾസ് ബൈ റൂൾസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞാനും കളിക്കല്ലേ. അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ വാണക്കമ്പിക്ക് വരെ അത് മനസ്സിലായി, കൗമാരെ കൊണ്ടൊരു കുന്നയും ചെയ്യാൻ പറ്റൂലെന്ന്. അയ്യോ സത്യല്ലേ? അവന്മാർക്ക് വരെ മനസ്സിലായി വെളിയിൽ നാളെ ഇറക്കണോ, ഇവന്മാരെ കൊണ്ട് പറ്റൂലത്. എന്റെ ബൈ റൂൾസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞാനും കളിക്കല്ലേ. അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ വാണക്കമ്പിക്ക് വരെ അത് മനസ്സിലായി, കൗമാരെ കൊണ്ടൊരു കുന്നയും ചെയ്യാൻ പറ്റൂലെന്ന്. 35 പ്ലേയേഴ്സിനെ ഊമ്പാൻ വേണ്ടിയാണ് എടുത്ത് PVP എന്നും പറഞ്ഞെടുത്ത് വെച്ചേക്കുന്നവന്മാര്. അതിൽ കുറെ എണ്ണം ബൂക്കാമ്പും പറയും വരാന്ന് പറഞ്ഞിട്ട് അവന്മാര് പിണങ്ങിപ്പോയി. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ? അവന്മാര് പിണങ്ങിപ്പോയി. എന്റെ ദൈവമേ, ഇതൊക്കെ ആരോടാ നമ്മള് പറയാ? ഒരു മൂന്നാമത്തെ ഓപ്ഷൻ പറയാണ്, നമ്മളെല്ലാ അഡ്മിൻസിനെയും എല്ലാ എല്ലായിടത്തും ഇടുന്നു. എന്നിട്ട് ഒരു ഗ്യാങ്ങിനെ ഇങ്ങോട്ട് ഇറക്കില്ല. ഈ TV KV RP ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുക ബാക്കി 2 ഗാങ്സിനെ. അവരെ RP ചെയ്യാൻ സമ്മതിക്കരുത്. മാസം അത് കഴിഞ്ഞിട്ട് നൈസ്ലി ആ ഗ്യാങ് നിർത്തിയിട്ട് ബാക്ക് ടു ദ ലൈഫ്. ആദ്യം ഒരു 2 മാസം തികച്ച് നിന്റെയൊക്കെ ഗ്യാങ് പോകാൻ നോക്ക്, എന്നിട്ട് പോരേ പോകും 6 മാസത്തേക്ക് കണക്ക്. കണ്ടവന്മാർക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കണേ വരെ ആദ്യം ഗ്യാങ്ങിലുള്ള 3-4 പേർക്കെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര ബ്രെയിനെങ്കിലും വാങ്ങിച്ചു വെച്ചോടുക, പ്ലാസ്റ്റിക് എങ്കിലും വാങ്ങിച്ചു വെച്ചോട്. സാധാരണ നമ്മൾ ബാക്കി ഗ്യാങ്ങിന്റെ അടുത്തൊക്കെ നിന്റെയൊക്കെ ലീഡർ എവിടെ പോയെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ MRCന്റെ അടുത്ത് നിന്റെയൊക്കെ ലീഡേഴ്സ് എവിടെ പോയെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ലോടാ. ഓരോ മാസം 3 ലീഡർ വെച്ചില്ലടാ മാറിക്കൊണ്ടിരിക്കണേ. എടാ ചിലപ്പോ നിന്നെ അടുത്ത ലീഡർ ആവും കേട്ടാ, നീ നോക്കിയിരുന്നോ? നിന്റെ ഒരു ബുദ്ധി വെച്ച് ചിലപ്പോ നിന്നെ പിടിച്ച് IG-ലാക്കും. കാരണം അവിടെ ഉള്ള എല്ലാം ഇപ്പൊ മാണങ്ങളാ. അപ്പൊ മാണങ്ങളെ കൂട്ടത്തില് ഒരു മെഗാ വാണം കൂടെ ആവുമ്പോഴേക്ക് സെറ്റ് ആയി. എന്തൊക്കെ ആൾക്കാര് ദൈവമേ. അയ്യോ, ആരാണ് അവനൊക്കെ? എന്റെ ചാറ്റിലൊക്കെ എന്ത് കരച്ചിൽ നോക്കി. ഇവറ്റയുടെ കരച്ചിലൊക്കെ എന്ത് രസമെന്ന് അറിയോ? ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ. നോക്കി താഴ്ച നോക്കി, ആർക്കോ വേണ്ടി വന്ന് കുരക്കണം നോക്ക്. എന്റെ രസമുണ്ട് കേട്ടോ. മൂത്ത ഒരു കഴിവില്ലാത്തൊരു ജന്മം. ആരാടാ? അണ്ണാ എന്നെ കഫി കൊണ്ടുപോയി പീടിയണ്ണ. വിടു 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 വിടു. നമ്മൾ കൊണ്ട് കുറെ ഓടിച്ച് തല്ലിയന്റെ എനിക്ക് വേണ്ടി ചന്ദ്ര ഇപ്രാവശ്യം ബാൻ മേടിച്ചില്ലേ? ചന്ദ്രു ഐ ലവ് യു. ചന്ദ്രനെ പണ്ട് എന്നെ ഉപയോഗിച്ച് പീടി കൊണ്ടുവന്ന്. എടാ ഞാൻ വേറൊരു കാര്യം ഇപ്പോഴാണ് അറിയണ ഗൈസ്. സത്യം പറയാലോ, ഇന്നലെ അടിച്ചിട്ട് ഇവന്മാരുടെ വണ്ടി എടുത്തില്ലേ, ഇത് ഇവരുടെ പുതിയ വണ്ടി ഞാനാണ് റിവീൽ ചെയ്തത്. MRC റിവ്യൂ ചെയ്തത് ഞാനാണ്. ഞാനത് ഇപ്പോഴാണ് അറിയണത്. എന്റെ ഇൻബോക്സിലൊക്കെ മെസ്സേജ് വരുന്നു, ഞങ്ങളെ വണ്ടി നീ എടുത്ത് വെച്ച് ഓടിച്ചല്ലേടാ, പിന്നെ തല്ലി വഴിയിലിട്ടിട്ട് പോയാ പിന്നെ എടുക്കൂലേ മനുഷ്യൻ. ഇത് ഞാനാണത് റിവ്യൂ ചെയ്തത്, ഞാൻ അറിഞ്ഞില്ലടാ. MRCയുടെ വെഹിക്കിൾ ഒഫീഷ്യലി റിവ്യൂഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. ഇവിടെ പുതിയ വണ്ടിയാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വെറുതെ പോയി എടുത്തതാ.
എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നില്ലല്ലോ. ഞാൻ ഇവരുടെ ഓൾറെഡി 2 വണ്ടി ഇറങ്ങിയല്ലോ, അപ്പൊ ആ വണ്ടി തന്നെ ആണെന്ന് വിചാരിച്ച് അതെടുത്തോണ്ട് മണി ട്രഫി പോവാന്ന് പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ ഒരു വണ്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടാന്ന് വിചാരിച്ച്, അപ്പം ആ വണ്ടി കൊണ്ടിടാന്ന് വിചാരിച്ച് കൊണ്ടുപോയതാ. ഒരെണ്ണം ഞാൻ ഒരെണ്ണം MRC വണ്ടി ഒരെണ്ണം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുക്കുന്നുണ്ട്, മനസ്സിലായോ? ഞാൻ അവിടെ കൊണ്ടിടാന്ന് വിചാരിച്ച് കൊണ്ടുപോയതാ. സീനടാ ശരിക്കും സീൻ ഹാൻഡ്ലിങ് വണ്ടിക്ക്. ഡ്രിഫ്റ്റ് ചെയ്യാൻ സെറ്റ് വണ്ടി. ഡ്രിഫ്റ്റ് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കണ്ടതാ. ഡ്രിഫ്റ്റ് വെഹിക്കിളാ? അത്രേ ഉള്ളൂ. കൺട്രോളിങ് നോക്ക് ഗൈസ്, കണ്ടോ? പ്ലേസിന് കഴിവില്ല, വണ്ടിയുടെയൊക്കെ മോണ്ടേജ് ഇടാലോ. സത്യം, വണ്ടി ഓടിക്കാനെങ്കിലും അറിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നല്ലേ? പ്ലേസിന് കഴിവില്ല, വണ്ടി ഓടിക്കാനെങ്കിലും അറിയാതെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ആക്ച്വലി ആ വണ്ടി സർവർ റിപ്പോർട്ടഡ് ആണ് കേട്ടോ. മാസം കാണിക്കുന്നത് വണ്ടി ഓടിക്കാൻ നല്ല കഴിവ്. ഇന്നലെ ഞങ്ങൾ എല്ലാം വീഡിയോയിനകത്ത് വണ്ടി ജയിച്ചു. നിർത്തി പൊക്കൂടെ? അല്ല, നല്ല ഡ്രിഫ്റ്റിംഗ് കേബിലിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ F1 അങ്ങനെ വല്ല സിമുലേറ്ററിലോ അങ്ങനെ എന്തെങ്കിലും ഇറക്കിക്കൂടെ? നല്ല രസമുള്ള വണ്ടിയായിരിക്കും, ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ല വണ്ടിയായിരിക്കും. റാലി ഒക്കെ കളിക്കാൻ എടുക്കാം. എന്ത് വണ്ടിയല്ലേ? എന്താ വണ്ടി പോകാൻ കാരണം എന്താ? ഹാൻഡ്ലിംഗ് അല്ല, ഇത് എന്തോ സീനുണ്ട്. വലുതാക്കി പച്ചക്ക് പറയുവാണെങ്കിൽ ഇത് ടിവിയുടെ സർവറാ, മനസ്സിലായോ? നീയൊക്കെ കളിക്കണം. നോക്കി ഊപ്പി പോട്ടോ. കസ്റ്റം കാർ വേഴ്സസ് ഇൻ ഗെയിം 100 CR കാർ റേസ്. ഫ്ലാഷ് ബാക്ക്. അതിപ്പോ അവന്റെ വണ്ടി എടുത്തിട്ട് വരാതെ അവന്റെ വണ്ടി ഇവിടെ 300 കയറുന്നത്. 3 വണ്ടി കൂടെ ടെസ്റ്റ് ചെയ്യാം. അതെ അതെ അതെ. എന്താ സംഭവം? വെറുതെ വണ്ടി കൊണ്ട് നിർത്തിയാണ്. അപ്പൊ ആ 3-4 മൈനന്മാര് വന്നിട്ട് അവന്മാര് ഇത് ഏതാ കഷ്ടപ്പെട്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും. നീ തടവും വേണം സിറ്റി അപ്പാവണം. അങ്ങനെ TKRP അപ്പായിക്കൊണ്ടിരുന്നത്. അവന്റെ അച്ഛൻ ഇത്ര നാളെ തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് കളിച്ചോണ്ടിരുന്നത്. ഇത്ര നാളെ അപ്പായി എങ്ങനെയാണോ നീ TKRP പാറക്കില്ലാട്ടാ, പാറക്കില്ലേ? ഉറങ്ങിയോടാ? ഉറക്കി. കിട്ടിയോ? നിന്റെയൊക്കെ ഉടമസ്ഥനാടാ. വിടറാ പാവത്തിന് ഇപ്പഴേ ആ ഗോകുവിന്റെ ഇൻബോക്സിലൊക്കെ എന്തൊക്കെ വിളിയാന്നറിയോ? എന്നേക്കാൾ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നത് ഇപ്പൊ ഗോകുവാണ്. ആ പാവം അവൻ അവിടുന്ന് UK എങ്ങനെയാലും നാട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ള പണിയിൽ നിൽക്കുന്ന സമയത്ത് ആ പാവത്തിനെ ചെന്നിട്ട് ഞങ്ങളുടെ തൊപ്പിയുടെ ഗ്യാങ്ങിനെ നീ എടുത്തോണ്ട് പോയില്ലടാ, നീ അതെല്ലാം ചെയ്യണം, നീ ഇപ്പൊ എവിടുന്ന് മുളച്ചു വന്നാ നിന്നെ ഇതുവരെ പറഞ്ഞു എന്റെ അടുത്ത്. പാതി വെച്ച് വെട്ടാനൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. പേര് പാതി വെച്ച് വെട്ടാനാ? പാതി വെച്ച് വെട്ടായി. അത് വെട്ടിക്കോളാൻ മർസി എന്നുള്ള മാറ്റം അത് മാറ്റിയിട്ട് ഗോക്കു എന്ന് മാത്രം പറയാം. എന്ത് ബ്രാവോടെ സ്റ്റോറി കണ്ടടാ? നവാസ് എന്ന് പറഞ്ഞൊരുത്തൻ എന്തുകൊണ്ടാ അവൻ സ്വന്തം പ്രൊഫൈലിട്ട് ഫോട്ടോ ഇട്ടിട്ടേ ഇവന്റെയൊക്കെ ധൈര്യം കണ്ട ഇവന്റെയൊക്കെ. ഞാൻ എങ്ങനെ വായിക്കുന്നു? നീ നിന്റെ ഭാര്യയും ഈഗിളിന് വേണ്ടി കാഴ്ച വെക്കുന്നു.
ബ്രാവോടെ സ്റ്റോറിക്കകത്ത് വന്ന് റിപ്ലൈ കൊടുത്തേക്കുക. അവനൊന്നും ആയിരിക്കില്ല, ഇത് ചുമ്മാ ഫോട്ടോ ഒക്കെ ഇട്ട് വരുന്നേ, മനസ്സിലായി. സത്യം ഏതെങ്കിലും പാവം പിടിച്ചവന് ചിലപ്പോ പണി കൊടുക്കാനിരിക്കും. എടാ ചിലപ്പോ പറയാൻ പറ്റില്ല, ചിലപ്പോ ഇപ്പോഴത്തെ അവന്മാർക്കൊന്നും ഈ ഇതും ഇല്ല, ഇത് അറിയത്തില്ലല്ലോ. 10 ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാണ്. അതെ ഇപ്പൊ തുടങ്ങിയ അക്കൗണ്ടാ. ഏതെങ്കിലും ഒരുത്തന്നെ പണി കൊടുക്കാൻ വേണ്ടിട്ട് ഈ സമയത്ത് ഫോട്ടോ ഇട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അതിലൊരുത്തന്റെ ഫോട്ടോ ഇട്ടേക്കുന്ന ഷമീറിന്റെ പിക്കാണ്. അത് ഷമീറിന്റെ പിക്കാണോ? അത് ഷമീറിനെ പോലൊന്നും ഇരിക്കുന്നില്ലല്ലോ. ഷമീറാണോ അത്? പഴയ ഫോട്ടോ എന്തോ ആണ്. അപ്പൊ ഇത് തന്നെ സംഭവം. ഇപ്പൊ എന്തായാലും MRC വേഴ്സസ് TVS സിറ്റുവേഷൻ ട്രിഗർ ആയിരിക്കുമല്ലേ. ട്രിഗർ ആയിരിക്കുന്ന സമയത്ത് ഷമീറിന്റെ DP ഇട്ട് വന്നാൽ അത് MRC ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞ് ഇതാക്കാനുള്ളത്. മനസ്സിലായ? ഇതൊക്കെ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന സിറ്റുവേഷനുകളാ. ഒരു സംശയവും ഇല്ല. അത് മനസ്സിലായ? അത് അങ്ങനെ വരുന്നവന്മാരാണത്. ആയിരിക്കാൻ വയ്യ. മനസ്സിലായോ? നിനക്ക് പറയാനുള്ളത് നീ ആരെടുത്തോളോ പറഞ്ഞോ. പക്ഷെ എനിക്ക് നീ പറഞ്ഞ നടക്ക് തിരിച്ച് എനിക്ക് നിന്റെ ലീഡർ പറയാൻ എനിക്ക് പറ്റൂല. മനസ്സിലായ? അതുകൊണ്ട് ഹലോ മനസ്സിലായോ? നിനക്ക് പറയാനുള്ളത് നീ ആരെടുത്തോളോ പറഞ്ഞോ. ഫുഡ് വെച്ചിട്ട് ഇത് ശരിക്കും ഷക്കാലാണോ? ഹലോ പക്ഷെ എനിക്ക് നീ പറഞ്ഞ നടക്ക് തിരിച്ച് എനിക്ക് നിന്റെ ലീഡർ പറയാൻ എനിക്ക് പറ്റൂല. മനസ്സിലായ? അതുകൊണ്ട് എനിക്ക് തിരിച്ച് പറഞ്ഞോ. ലൂപ്പ് ബ്രേക്ക്. ഇത് എന്നോടുള്ള കോളാണ്, പക്ഷെ ഞാൻ ഇത് കേട്ടില്ല കേട്ടാ. ഇത് എന്നോടുള്ള കോളാണ്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ റാംബോ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലത്തെ തള്ളുകൊള്ളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. നല്ല അത്യാവശ്യം ഗ്യാങ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഗ്യാങ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സിറ്റുവേഷൻ എടുക്കാനും ഇതാക്കാനും ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് റാംബോ. പക്ഷെ റാംബോ, ഞാൻ നിന്റെ അടുത്ത് അത്രയും 10-40 മിനിറ്റ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് എനിക്ക് റാംബോ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ട് മാത്രമാണ്. ഈ തല്ലുകൊള്ളി ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് 40 മിനിറ്റോളം നിന്നത്. ഞാൻ നിന്റെ അടുത്ത് ഒരു കുണയും പറഞ്ഞിട്ടില്ല. ഞാൻ റാംബോ അടുത്ത് ഒരു കുണയും, ഞാൻ മാന്യമായിട്ട് റാംബോയോട് സംസാരിച്ച് റാംബോ അടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞ് നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം. ഇത് ആ സമയത്ത് ഇത് എനിക്ക് തോന്നുന്നില്ല എന്നെ വിളിച്ച് കോളിൽ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനല്ല എൻ്റെ അടുത്ത് അവൻ മര്യാദയ്ക്ക് സംസാരിച്ചേ. ഞാൻ നല്ല രീതിയിൽ ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പുള്ളി എടുത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേനും പുള്ളി നേരെ എന്നെ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു റാംബോ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇല്ല, നാളെ നമ്മൾ പ്രീവാറാക്കുക, നമ്മൾ ഇതാക്കുക എന്ന് പറഞ്ഞ് ഇതാക്കി. മനസ്സിലായോ? എനിക്ക് എൻ്റെ കോളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനി അന്നേരത്തെ സംസാരത്തിൽ ട്രിഗർ ആണെന്ന് പറഞ്ഞില്ല. ഇത് എന്നെ വിളിച്ചായിട്ടുള്ള ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് റാംബോ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇൻ ഗെയിമിൽ സംസാരിച്ചത്. മനസ്സിലായോ? അമ്പത്തൂരിനാണോ? എനിക്കറിഞ്ഞൂടാ, അതാ ഞാൻ പറഞ്ഞേ. എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല സംസാരിച്ചത്. എൻ്റെ അടുത്ത് റാംബോ നല്ല രീതിയിലാണ് സംസാരിച്ചത്.